പിന്നെ എന്താണ് ഈ പരാതി അല്ലെങ്കിൽ കത്തിൻ്റെ ആവശ്യം എന്താണ്? കത്തിൻ്റെ ആവശ്യം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് അതൃപ്തി അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നത്. നിങ്ങൾ അതൃപ്തിയുടെ ഒരു കാരണം എന്താണ്? അതൃപ്തിയുടെ കാരണം കീഴ്ത്തട്ടിൽ ഒരു സഹകരണം ഇല്ലാത്ത ആളാണ് ഈ കാൻഡിഡേറ്റ് ജയാനന്ദ് എന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ല. അല്ലെ മറ്റാരെങ്കിലും വരണം എന്നുള്ള ആവശ്യമാണോ അതോ ഇദ്ദേഹം പാടില്ല എന്നാണോ? ഇദ്ദേഹം പാടില്ല എന്ന്, വേറെ ആരെ നിർത്തുന്ന പ്രശ്നമില്ല. ഇപ്പോൾ കെ പി എസ് സഖാവായാലും വി രമേശനായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഷാനവാസ് ഫാദറായാലും ഒരു പ്രശ്നമില്ല, സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു ബ്രാഞ്ച് യോഗം വിളിച്ചാന്ന് പോലും അന്വേഷിക്കാത്ത ആൾക്കാരായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ ഭയങ്കര അതൃപ്തിയുണ്ട്. എന്താണ് നേതൃത്വത്തിൻ്റെ ഒരു മറുപടി? എന്താ പരാതി പ്രശ്നത്തിൽ നോക്കാം, സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും കൂടി നിങ്ങൾ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയായിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം 2 കമ്മിറ്റികൾ ഇവിടെ പരാതി നൽകിയിരുന്നു. നിങ്ങൾ കൂടുതൽ ഇത്തരത്തിൽ പാർട്ടിക്ക് അങ്ങനെ പ്രവർത്തകരുടെ ഒരു വികാരം ഉണ്ടോ ഇക്കാര്യത്തിൽ? അതെ, കൂടുതൽ വികാരമാണ്. സമ്മർദ്ദം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമോ? പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും. ഇലക്ഷന് ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കടുത്ത അതൃപ്തിയാണ് ഈ കാര്യത്തിൽ. മഞ്ചേശ്വരത്ത് മൊത്തത്തിൽ ഈ അതെ ഈ അതൃപ്തിയാണ്. പാർട്ടി നേതൃത്വത്തിൽ എടുത്തോ? നിങ്ങൾ അനുഭാവപൂർവ്വമാണോ നിങ്ങൾ പരാതി പരിഗണിക്കാന്ന് പറഞ്ഞോ അതോ നടക്കില്ല എന്ന് പറയുമോ? എന്താണ്? ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ജയാനന്ദയുമായിട്ടുള്ള എതിർപ്പാണ്. അതെ, അദ്ദേഹം കീഴ്ത്തട്ടുമായിട്ടും യുവത്വങ്ങളായിട്ടും ഒരു സഹകരണമില്ല. DYFIയുടെ കാര്യത്തിലായാലും ഒരു സഹകരണമില്ല. ഒരു യൂണിറ്റ് വിളിച്ചോ ഒരു ബ്രാഞ്ച് വിളിച്ചോ ഒരു അന്വേഷണം ഇല്ല. കണ്ടാലൊന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഈ ജയാനന്ദ് പറയുന്ന ആൾ. ഈ ഷാനവാസ് ഫാദറിന്റെ പേര് ആദ്യഘട്ടത്തിൽ ഷാനവാസ് ഫാദറിന്റെ മണ്ഡലത്തിൽ പോലും സജീവമായിരുന്നു. ഷാനവാസ് ഫാദർ മത്സരിച്ചാൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു? ഷാനവാസ് ഫാദർ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പാർട്ടിയും മറ്റ് ആൾക്കാരും സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു നാട്ടിൽ. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതൃപ്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പരാതി, അതായത് ഇപ്പോൾ നിങ്ങൾ പാർട്ടിക്ക് പരാതി കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ CPM പതിവില്ലാത്ത രീതിയാണ്. അതെ, അങ്ങനത്തെ ഒരു രീതി സമീപിക്കുന്നു, അങ്ങനത്തെ രീതി കൈക്കൊള്ളുന്നു. ഈ ജയാനന്ദ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തുടർ നീക്കം എങ്ങനെയായിരിക്കും? ഇലക്ഷനായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തയ്യാറല്ല. പാർട്ടിയിൽ ഞങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. ഇതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിൽ പാർട്ടി കണക്കാക്കില്ലേ? അങ്ങനെയാണെങ്കിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം അത് പറയാൻ പറ്റില്ല. CPM സംബന്ധിച്ച് ഒരു പ്രധാന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയില്ലെങ്കിൽ അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുക. പിന്നെ എങ്ങനെ പാർട്ടിയിൽ തുടരാൻ പറ്റും? ഒന്നും സസ്പെൻഡ് ഉണ്ടാവും, പണിഷ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ ഈ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ തയ്യാറല്ല. അല്ല, എന്താണ് നിങ്ങൾ ഈ നിലവിൽ പാർട്ടിയുടെ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട യഥാർത്ഥ കാരണം എന്താണ്? അത് KR ജയാനന്ദ് എന്ന സ്ഥാനാർത്ഥിത്വം മാത്രമാണോ, അല്ലെങ്കിൽ ഈ കാലങ്ങളായി അവിടെ UDFനെ സഹായിക്കുന്ന ഒരു സമീപനമാണോ പാർട്ടിയുടെ ഭാഗത്ത്? UDFനെ സഹായിക്കുന്ന സമീപനം. കാരണം ഞങ്ങൾ രാത്രിയും പകലും സമരത്തിനും കൊടിയും പിടിച്ചിറങ്ങും. അവസാനം ഇലക്ഷന് വരുന്ന സമയത്ത് അവിടെ ലീഗിനെ സഹായിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തീരെ യോജിപ്പില്ലാത്ത പരിപാടി. അതായത് പാർട്ടിയുടെ ജയസാധ്യതയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പരീക്ഷണം നടത്തണം എന്നാണോ? അതെ, തോൽക്കുന്നത് ജയിക്കുന്നത് പിന്നീടുള്ള പ്രശ്നം. പക്ഷേ പാർട്ടിയുടെ ആൾക്കാരെ നിർത്തിയിട്ട് മുമ്പോട്ട് പോകണം. പക്ഷെ ഇങ്ങനെ ഒരു ഡമ്മി ആയിട്ട് അല്ലെങ്കിൽ BJP വരും പിന്നെ UDFനെ സഹായിക്കണമെന്ന് പറയുന്നത് തീരെ ശരിയല്ല. 2006 CH കുഞ്ഞമ്പു ജയിച്ച മണ്ഡലം, 36,000 വോട്ടോളം LDFനുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ UDFനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നാണ് നിങ്ങളുടെ ആക്ഷേപം. അതെ, UDFനെ സഹായിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം. അതെ, അങ്ങനെ ആക്ഷേപമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു ആക്ഷേപം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്തായിരുന്നു പുത്തിക്ക് കൈവള്ളിക്ക്, അവിടെ പോലും അവർ BJP അവർ കൂട്ടുപിടിച്ച് സഖ്യമുണ്ടാക്കിയ ആൾക്കാർ CPMനെ തോൽപ്പിക്കാൻ വേണ്ടി. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ എന്തിനു സഹകരിക്കണം? കഴിഞ്ഞ തവണത്തെ ഇപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവസാനം BJP ജയിക്കുന്നൊരു ഘട്ടം അന്നേരം UDF ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയല്ല, അതൊരു BJP വരാതിരിക്കാനുള്ളൊരു തീരുമാനം കൂടിയായി കാണേണ്ടതില്ലേ? ശരിയാണ്, പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ അതുപോലെയല്ല ചെയ്തത്. BJPയെ കൂട്ടുപിടിച്ച് അവർ കൈവള്ളിക്കൽ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു CPMനെ.
ഈ വൊർക്കാടി പഞ്ചായത്ത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വൊർക്കാടി പഞ്ചായത്തിലൊക്കെ ചില വാർഡുകളിലൊക്കെ CPM 500-ലധികം വോട്ട് നേടി കഴിഞ്ഞ തവണ വിജയിച്ച വാർഡുകളൊക്കെ ഇത്തവണ 29-30 വോട്ടുകളിലേക്ക് പോയി എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അതിന് പുറകിൽ ജയാനന്ദയാണെന്നും ജയാനന്ദ ലീഗുമായി ഉണ്ടാക്കിയ അന്തർധാരയാണെന്നുള്ള ഒരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതൊക്കെയാണോ നിങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത്? അത് ആ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. കാരണം കീഴ്ഘടകത്തായിട്ട് ഒരു ഇടപെടൽ നടക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇത് നിങ്ങൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇതേ അഭിപ്രായമുള്ളവർ എല്ലാ യൂത്ത് അതിന് മുകളിലോട്ടുള്ള എല്ലാ ആൾക്കാരും ഇതേ അഭിപ്രായം. ഇപ്പോൾ ബന്ദിയോട് പിന്നെ ഉപ്പള പിന്നെ പയ്യോളിക്ക് കൊടുത്തിട്ടാണ്. ഈ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി പൂർണ്ണമായും ഇതിനെതിരാണോ? അതെ, എതിരാണ്. ഈ സെക്രട്ടറിയും പ്രസിഡന്റിനെയും കണ്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അവർ വേറെ ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ഈ കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരാതി അങ്ങനെ കൊടുക്കാൻ. അതെ. നിങ്ങൾ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിലാണോ പരാതി കൊടുക്കുന്നത്? അല്ല, ഇത് ഉപ്പള മേഖല കമ്മിറ്റി. ഓരോ മേഖല വെച്ചിട്ടാണ് പരാതി കൊടുക്കുന്നത്. ചുമതലപ്പെട്ട ആളുകൾ മാത്രമാണോ അതോ അവിടെയുള്ള മറ്റ് ഭാരവാഹികളുടെ യോഗം വിളിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.